അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും ആഫിയത്തുള്ള ദീർഘായുസ് അല്ലാഹു പ്രദാനം ചെയ്യട്ടെ. നമ്മുടെ എല്ലാ പ്രയാസങ്ങളും അല്ലാഹു തആല ദൂരീകരിച്ചു തരട്ടെ. രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവരുടെയും നമ്മുടെയും എല്ലാ രോഗങ്ങൾക്കും അല്ലാഹു തആല പരിപൂർണ ശമനം നൽകി അനുഗ്രഹിക്കട്ടെ. ഒരുപാട് സഹോദര സഹോദരിമാർ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട്. അർഹമുർ റഹ്മാനായ റബ്ബ് എല്ലാവരുടെ എല്ലാ നല്ല മുറാദുകളും പെട്ടെന്ന് ഹാസിലാക്കി കൊടുക്കട്ടെ. രോഗികളായി പ്രയാസപ്പെട്ട് കഴിയുന്ന, വീടുകളിലും ഹോസ്പിറ്റലുകളിലും കഴിയുന്ന ഒരുപാട് രോഗികൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട്. അവരുടെയും നമ്മുടെയും എല്ലാ രോഗങ്ങൾക്കും അല്ലാഹു തആല പരിപൂർണ ശമനം നൽകി അനുഗ്രഹിക്കട്ടെ. പ്രയാസം അനുഭവിക്കുന്ന പ്രയാസങ്ങളെയൊക്കെയും നമ്മുടെ പ്രയാസങ്ങൾ അല്ലാഹു തആല ദൂരീകരിച്ചു തരട്ടെ. ജോലിയില്ലാതെ പ്രയാസപ്പെടുന്നവർക്ക് ഹൈറായ ജോലി കൊടുത്ത് അല്ലാഹു അനുഗ്രഹിക്കട്ടെ. ഉള്ള ജോലിയിൽ അല്ലാഹു തആല ഹൈറും ബറക്കത്തും നിലനിർത്തി തരട്ടെ. കടങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവരുടെയും നമ്മുടെയും എല്ലാ കടങ്ങളെയും അല്ലാഹു തആല വീട്ടി തരട്ടെ. ദാരിദ്ര്യമില്ലാത്ത സന്തോഷകരമായ ഒരു ജീവിതം അല്ലാഹു നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കട്ടെ. ജീവിക്കാൻ ആവശ്യമായ സമ്പത്ത് അല്ലാഹു നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ മക്കളെ അല്ലാഹു തആല നന്നാക്കി തരട്ടെ. സ്വാലിഹീങ്ങളിലും സ്വാലിഹാത്തുകളിലും നമ്മുടെ മക്കളെ അല്ലാഹു തആല ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. മോശ സ്വഭാവങ്ങളിലും മോശം പ്രവർത്തനങ്ങളിലൊക്കെ അകപ്പെട്ടു പോയ ഒരുപാട് മക്കൾക്ക് വേണ്ടി ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത ഒരുപാട് ഉമ്മ പെങ്ങന്മാരുണ്ട്. സങ്കടത്തിലായി കരഞ്ഞുകൊണ്ട് ദുആ വസിയത്ത് ചെയ്ത ഉമ്മമാരുണ്ട്. അർഹമുർ റഹ്മാനായ റബ്ബ് ആ മക്കളെ സ്വഭാവം അല്ലാഹു നന്നാക്കി കൊടുക്കട്ടെ. നല്ല ബുദ്ധിശക്തിയും ഓർമ്മശക്തിയുമുള്ള നല്ല തിരിച്ചറിവുള്ള പൊന്നുമക്കളെ അല്ലാഹു തആല നൽകി അനുഗ്രഹിക്കട്ടെ. പ്രത്യേകിച്ച് നമ്മുടെ ഈ ക്ലാസ്സിൽ മുടങ്ങാതെ പങ്കെടുക്കുന്ന ഒരുപാട് മുഅ്മിനീങ്ങളുണ്ട്, സഹോദര സഹോദരിമാരുണ്ട്. ഖൽബ് നിറച്ച് ദുആ ചെയ്യുന്നവർ, നമ്മുടെ ഈ ക്ലാസ് കാത്തിരുന്ന് കാണുന്നവർ, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് എത്തിച്ചു കൊടുക്കുന്നവർ, ഒരുപാട് നല്ല മനസ്സുടമകളുണ്ട്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവർക്കൊക്കെ രണ്ട് ലോകത്തും ഖൈറിന്റെ വാതായനങ്ങൾ തുറന്നു കൊടുക്കട്ടെ. ആമീൻ. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ശ്രദ്ധയുണർത്താനുള്ളത്, ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ നിങ്ങൾ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെൽ ഐക്കൺ ഓൾ എന്ന് അമർത്തി വെക്കുക. എന്നാൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് ഉടനടി ലഭിക്കും. അതിനു വേണ്ടിയിട്ടാണ്. അതുപോലെ നമ്മുടെ ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് താഴെ എല്ലാ ആളുകളും ഒന്ന് ലൈക്ക് ചെയ്യുക. പരമാവധി നിങ്ങൾ ഫാമിലി ഗ്രൂപ്പുകളിലേക്കും നിങ്ങളുമായി ബന്ധപ്പെട്ട മുഴുവൻ ആളുകളിലേക്കും ഈ വീഡിയോ ഷെയർ ചെയ്ത് എത്തിച്ചു കൊടുക്കുക. ആരും മടി കാണിക്കരുത്. അതുപോലെ നമ്മുടെ ഈ ചാനലിന്റെ പേരിൽ വോയിസ് ഓഫ് ജരീദാരിമി എന്ന പേരിൽ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് തുടങ്ങിയിട്ടുണ്ട്. അതിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾക്ക് നമ്പറിന് മേലെ കൊടുക്കുന്നുണ്ട്. എല്ലാ ആളുകളും അതിൽ ജോയിൻ ചെയ്യുക. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നല്ല കാര്യങ്ങൾ പഠിക്കുവാനും അതിലുപരി ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനും അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഉമ്മമാർ, നമ്മുടെ സഹോദരിമാർ, നമ്മുടെ പെൺമക്കൾ, ഇവരോടൊക്കെ ഉള്ള എല്ലാ കടമകളും കടപ്പാടുകളും പുരുഷൻ യഥാവിധി അത് നിർവഹിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ അവനിക്ക് അല്ലാഹു തആല സ്വർഗം ഉറപ്പാക്കിയിട്ടുണ്ട്. സ്വർഗം അവനിക്ക് അല്ലാഹു വാഗ്ദാനം ചെയ്തിട്ടുണ്ട് എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങമേ പഠിപ്പിക്കുന്നുണ്ട്. എന്നാൽ പലപ്പോഴും പല വീടുകളിലും പ്രയാസങ്ങളും പ്രശ്നങ്ങളും പ്രതിസന്ധികളുമായി കഴിയുന്ന ഒരുപാട് വീടുകളുണ്ട്. അതിൻ്റെ കാരണം എന്ന് പറയുന്നത് നമ്മുടെ സഹോദരിമാരുടെ ചില മോശമായ സ്വഭാവങ്ങൾ കാരണം കൊണ്ടാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചില സ്വഭാവമുള്ള പെണ്ണുങ്ങളെ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. സ്ത്രീകളുടെ സ്വഭാവം കൊണ്ട് മാത്രമല്ല, പുരുഷന്മാരുടെ ചില മോശമായ സ്വഭാവം കൊണ്ടും വീടുകളിൽ പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരം മോശം സ്വഭാവമുള്ള സ്ത്രീകളെ കുറിച്ച് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിചയപ്പെടുത്തിയത് ശർറുൻ നിസാഇ സിത്തുൻ എന്നാണ്. സ്ത്രീകളുടെ കൂട്ടത്തിൽ 6 സ്വഭാവമുള്ള സ്ത്രീകൾ അവർ നിങ്ങളുടെ കുടുംബത്തിലോ നിങ്ങളുടെ ജീവിതത്തിലോ പങ്കാളികളായിട്ടോ നിങ്ങളുണ്ടെങ്കിൽ ആ വീട്ടിൽ എന്നും പ്രശ്നങ്ങളും പ്രയാസങ്ങളും അവർ കൊണ്ടുവരും, അവർ വലിച്ചു വെച്ച് കൊണ്ടുവരുമെന്നാണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. ആ സ്ത്രീകൾ, ആ 6 സ്വഭാവമുള്ള സ്ത്രീകൾ മോശമുള്ള ആളുകളാണ്. അവർ മോശക്കാരികളാണ്. അവർ ഒന്നിനും പറ്റാത്ത കൊള്ളരുതാത്ത പെണ്ണുങ്ങളാണ് എന്നാണ്, ഷർറായ പെണ്ണുങ്ങളാണെന്നാണ് ഹബീബായ തങ്ങമേ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് എൻ്റെ ഈ വീഡിയോ കേൾക്കുന്ന കാണുന്ന
സഹോദരന്മാരെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. അവരൊക്കെ അത്തരം സ്വഭാവമുള്ള ആളുകളാണ് എന്നല്ല ഞാൻ പറയുന്നത്. ഇനി അഥവാ ആർക്കെങ്കിലും ഞാൻ ഈ പറയുന്ന സ്വഭാവം ഉണ്ട് എന്ന് തോന്നുകയാണെങ്കിൽ അത് നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റിയെടുക്കാൻ ശ്രമിക്കണം, മാറ്റിയെടുക്കണം. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. അല്ല നിങ്ങൾ ആരും അത്തരക്കാരാണ് എന്ന് പറയുന്നില്ല. നിങ്ങൾക്ക് നല്ല സ്വഭാവമുള്ള ആളുകളാണ്. അള്ളാഹു നല്ല സ്വഭാവത്തിന്റെ ഉടമകളാക്കി തീർക്കട്ടെ, ആമീൻ. ആയതുകൊണ്ട് ഒന്നാമതായി ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പരിചയപ്പെടുത്തുന്നത് അന്നാനത്ത് എന്ന് പറയുന്ന പെണ്ണാണ്. എന്താണ് അന്നാനത്ത് എന്ന് പറഞ്ഞാൽ? അന്നാനത്ത് എന്ന് പറഞ്ഞാൽ എപ്പോഴും രോഗമുള്ള പെണ്ണ്. തെറ്റിദ്ധരിക്കരുത്. എപ്പോഴും രോഗം എന്ന് പറഞ്ഞാൽ രോഗം അഭിനയിക്കുന്ന പെണ്ണ് എന്നാണ് ഹബീബായ തങ്ങൾ പഠിപ്പിച്ചത്. ഒരു കല്യാണത്തിന് വിളിച്ചു, ഓ എനിക്ക് വയ്യക്ക, ഭർത്താവ് വിളിക്കുകയാണ്, അല്ലെങ്കിൽ കുടുംബത്തിലവർ വിളിക്കും, എല്ലാ കുടുംബക്കാരും വന്നിട്ടുണ്ട്, നമുക്ക് അവിടേക്ക് ഒന്ന് പോവാ, ഓ എനിക്ക് വയ്യ, എനിക്ക് തലവേദനയാണ്, വയറുവേദനയാണ്, അല്ലെങ്കിൽ പനിയാണ്, ശരീരം മൊത്തം പ്രയാസമാണ്, എന്താ നീ ഭക്ഷണം വെച്ചില്ല, എനിക്ക് വയറുവേദനയാണ്, എനിക്ക് സുഖമില്ല, അതുകൊണ്ട് ഞാൻ ഭക്ഷണം ഉണ്ടാക്കിയിട്ടില്ല എന്നൊക്കെ പറയുന്ന സഹോദരിമാർ, അസുഖമുണ്ടായിട്ടല്ല, അവർക്കൊരു അസുഖവുമില്ല, വെറുതെ അസുഖം അഭിനയിക്കുന്ന പെണ്ണുങ്ങൾ, ഇത്തരം സ്വഭാവമുള്ള പെണ്ണുങ്ങളുണ്ടെങ്കിൽ ആ പെണ്ണുങ്ങൾ ആ കുടുംബത്തിന്റെ നാശമാണ്, ഷർറാണ് എന്നാണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. ഇനി രണ്ടാമതായി നമുക്ക് പഠിപ്പിച്ചു തരുന്നത് മന്നാനത്തി എന്ന പെണ്ണാണ്. എന്താ മന്നാനത്തി എന്ന് പറഞ്ഞാൽ? മന്നാനത്തി എന്ന് പറഞ്ഞാൽ ചെയ്ത കാര്യങ്ങൾ മുഴുവനും വിളിച്ചു പറയുന്ന പെണ്ണ്. അവര് പറയും, നിങ്ങൾ വലിയ വർത്താനൊന്നും പറയണ്ട, എൻ്റെ ഉപ്പ എന്നെ ഇത്ര സ്വർണം തന്നിട്ടാണ് ഇങ്ങോട്ട് വിട്ടിട്ടുള്ളത്, എൻ്റെ ഉപ്പ തന്ന പൈസ കൊണ്ടല്ലേ നിങ്ങൾ ജീവിക്കുന്നത്, എൻ്റെ സഹോദരൻ മേടിച്ചെന്ന വണ്ടിയിലല്ലേ നിങ്ങൾ പോകുന്നത്, എൻ്റെ എളാപ്പ മേടിച്ചെന്ന കട്ടിലല്ലേ നിങ്ങൾ കിടന്നുറങ്ങുന്നത്. ഇങ്ങനെ ചെയ്ത കാര്യങ്ങൾ എടുത്തെടുത്ത് പറയുന്ന പെണ്ണാണ് മന്നാനത്തി എന്ന് പറയുന്ന പെണ്ണ്. ഭർത്താവിന് ചെയ്തു കൊടുത്ത കാര്യങ്ങളൊക്കെ ഇങ്ങനെ വിളിച്ചു പറയും, ഞാൻ നിങ്ങൾക്ക് അത്ര ചെയ്തെന്നില്ലേ, ഇത് ചെയ്തെന്നില്ലേ, നിങ്ങൾ വസ്ത്രം അലക്കി തന്നില്ലേ, നിങ്ങൾക്ക് ഭക്ഷണം ഉണ്ടാക്കി തന്നില്ലേ, നിങ്ങളുടെ മക്കൾ, ഇങ്ങനെയൊക്കെ എടുത്തെടുത്ത് പറയും, ചെയ്ത കാര്യങ്ങൾ എടുത്തു പറയുന്ന പെണ്ണ്. ഇങ്ങനത്തെ സ്വഭാവമുള്ള പെണ്ണുങ്ങളുണ്ടെങ്കിൽ സൂക്ഷിക്കണേ, ആ വീട് ഷർറായ വീടായി മാറും. അത് ഷർറായ പെണ്ണുങ്ങളുടെ അടയാളത്തിൽ പെട്ടതാണ് എന്നാണ് മഹത്തുക്രമയെ പഠിപ്പിക്കുന്നത്. ഇതാണ് രണ്ടാമത്തെ വിഭാഗം. ഇനി മൂന്നാമത്തെ വിഭാഗം ഏതാണ്? ഇനി മൂന്നാമത്തെ പെണ്ണ് അത് ഹന്നാനത്തി എന്ന് പറയുന്ന പെണ്ണാണ്. എന്താണ് ഹന്നാനത്തി എന്ന് പറഞ്ഞാൽ? ഭർത്താവിനെ മറ്റുള്ളവരുമായിട്ട് തുലനം ചെയ്യുന്ന പെണ്ണ്. എൻ്റെ ഭർത്താവ്, ആ ഭർത്താവിനെ മറ്റുള്ള ആളുകളുമായി തുലനം ചെയ്യും. നിങ്ങളെന്താണ് ഇങ്ങനെ? ആ ആളെ നോക്കി നോക്കി, നിങ്ങൾ ആ വീട്ടിൽ താൽക്കാലം നോക്കി നോക്കി, ഈ ചേട്ടനെ നോക്കി നോക്കി, അല്ലെങ്കിൽ അവളുടെ ഭർത്താവിനെ നോക്കി നോക്കി എന്നിങ്ങനെ പറഞ്ഞ് എപ്പോഴും അവനെ മറ്റുള്ളവരുമായി കമ്പയർ ചെയ്യുന്ന പെണ്ണുങ്ങൾ. എന്തോ ഒരു ഭംഗിയാണ് ആ ആള്, നിങ്ങൾക്ക് എന്താണ് ഒരു ഭംഗിയുമില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് ഭർത്താവിനെ എപ്പോഴും ഇങ്ങനെ ആക്ഷേപിക്കുകയും കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്ന പെണ്ണാണ് മൂന്നാമത്തെ പെണ്ണ്. ഈ സ്വഭാവം ഉണ്ടോ എങ്കിൽ ആ പെണ്ണ് ഷർറായ പെണ്ണാണെന്നാണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പഠിപ്പിക്കുന്നത്. നാലാമതായി ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പഠിപ്പിച്ചത് ഹദ്ദാഖത്തി എന്ന് പറയുന്ന പെണ്ണാണ്. എന്താണ് ഹദ്ദാഖത്തി എന്ന് പറഞ്ഞാൽ? അനാവശ്യമായി സാധനങ്ങൾ വാങ്ങിച്ചു കൂട്ടുന്ന പെണ്ണ്. ആവശ്യമൊന്നുമില്ല, ഒരു മോളുകളിലേക്കോ അല്ലെങ്കിൽ ഒരു പർച്ചേസിങ് സ്ഥലങ്ങളിലേക്കോ ടെക്സ്റ്റൈൽസുകളിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ ആവശ്യമില്ലാതെ സാധനങ്ങൾ ഇങ്ങനെ വാരിക്കൂട്ടും. എല്ലാ സാധനവും വീട്ടിലുണ്ടാവും, എന്നാലും പിന്നെയും ആ സാധനങ്ങൾ ഇങ്ങനെ വാങ്ങിച്ചു കൂട്ടുന്ന സ്വഭാവമുള്ള പെണ്ണുങ്ങളുണ്ടോ എങ്കിൽ അവളെ നിങ്ങൾ സൂക്ഷിക്കണം. അവള് ഷർറായ പെണ്ണുങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട പെണ്ണാണ് എന്നാണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത്. അല്ലാഹു ഭാഗത്ത് നമ്മളെ പെടുത്താതിരിക്കട്ടെ, ആമീൻ. അഞ്ചാമത്തെ സ്വഭാവമുള്ള പെണ്ണ് അത് ബറാഖത്തി എന്ന് പറയുന്ന പെണ്ണാണ്. എന്താണ് ബറാഖത്തി എന്ന് പറഞ്ഞാൽ? ബറാഖത്തി എന്ന് പറഞ്ഞാൽ എപ്പോഴും അണിഞ്ഞൊരുങ്ങുന്ന പെണ്ണ് എന്നാണ് അർത്ഥം. അണിഞ്ഞൊരുങ്ങുന്നതൊക്കെ നല്ലതാണ്, വൃത്തിയുണ്ടാവുക, നല്ല വൃത്തിയുള്ള വസ്ത്രം ധരിക്കുക, ശരീരം വൃത്തിയാക്കുക, നന്നായിട്ട് അണിഞ്ഞൊരുങ്ങുക, സൗന്ദര്യം കാശ്, ഇതൊക്കെ നല്ലതാണ്. പക്ഷേ ഇതൊക്കെ അവൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്ന സമയത്താണ് ഈ അണിഞ്ഞൊരുങ്ങൽ മാത്രം. അവൾ ബെഡ്റൂമിലേക്ക് പോകുമ്പോൾ, ഭർത്താവിൻ്റെ അടുക്കിലേക്ക് പോകുമ്പോൾ ഭർത്താവ് കുളിച്ചൊരുങ്ങി അവൻ ആഗ്രഹിച്ച് അവൻ ഇവിടെ ഒന്ന്
അണിഞ്ഞൊരുങ്ങി കാണണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് ഭർത്താവിൻ്റെ അടുക്കിലേക്ക് അവൾ വരുന്നത് അടുക്കളയിൽ നിന്ന് കരിപുരണ്ട വസ്ത്രവുമായി, വൃത്തിയില്ലാതെ വിയർപ്പിന്റെ ഗന്ധവുമായിട്ട്, ഒരു വൃത്തിയുമില്ലാതെ കടന്നു വരുന്ന സ്വഭാവമുള്ള പെണ്ണ്. ഒരു പെണ്ണ് ഏറ്റവും കൂടുതൽ അണിഞ്ഞൊരുങ്ങി നിൽക്കേണ്ടത് അവളുടെ ഭർത്താവിൻ്റെ സവിധത്തിലാണ്. ഭർത്താവിൻ്റെ മുന്നിലാണ് അവൾ അണിഞ്ഞൊരുങ്ങി നിൽക്കേണ്ടത്. ആ സ്ഥാനത്ത് പോയി അവിടെ നിൽക്കാതെ പുറത്തേക്ക് പോകുമ്പോഴും കല്യാണത്തിനും പർച്ചേസിങ്ങിനും അതെല്ലാം പോകുന്ന സമയത്ത് അണിഞ്ഞൊരുങ്ങി പോകുന്ന സ്വഭാവമുള്ള പെണ്ണുങ്ങൾ നിങ്ങളുടെ കൂട്ടത്തിലുണ്ടോ എങ്കിൽ ആ പെണ്ണ് ഷർറായ പെണ്ണാണ്. ആ പെണ്ണുള്ള വീട്ടിലൊരു ബറക്കത്തും ഉണ്ടാവുകയില്ല, എന്നും പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഉണ്ടായിരിക്കും. എന്ന് മാത്രമല്ല അവൾ ഭർത്താവിനെ വഞ്ചിക്കാൻ വരെ സാധ്യതയുണ്ട് എന്നാണ് മഹത്തുക്രമെ പഠിപ്പിക്കുന്നത്. അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. അവസാനമായി ആറാമതായിട്ട് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആറാമതായി മോശം സ്വഭാവത്തിൽപ്പെട്ട പെണ്ണിനെ പറ്റി പറഞ്ഞത് അത് ശദ്ദാഖത്തി എന്ന് പറയുന്ന പെണ്ണാണ്. എന്താണ് ശദ്ദാഖത്തി എന്ന് പറഞ്ഞാൽ? വെറുതെ ഇങ്ങനെ കുറ്റം പറഞ്ഞ് നടക്കുക, അനാവശ്യമായി സംസാരിച്ചു ഇങ്ങനെ നടക്കുന്ന പെണ്ണ്. മറ്റുള്ളവരെ കുറവും കുറ്റവും നോക്കി ഇങ്ങനെ നടക്കുക, അവരുടെ ന്യൂനതകൾ നോക്കി നടക്കുക, ഭർത്താവിനെ പറ്റി കുറ്റം പറയുക, അതായത് മറ്റുള്ളവരോട് എപ്പോഴും വഴക്ക് കൂടുന്ന സ്വഭാവം, തെറി പറയുക, മക്കളെ ശപിക്കുക, ചീത്ത പറയുക, അതുപോലെ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ഇടപെട്ട് ആവശ്യമില്ലാതെ ഇങ്ങനെ ഒരുപാട് സംസാരിക്കുന്ന പെണ്ണ്. എത്രത്തോളം തൻ്റെ ഭർത്താവുമായി ബെഡ്റൂം പങ്കിടുന്നത് വരെ പുറത്തുപോയി പറയുന്ന സ്വഭാവമുള്ള പെണ്ണുങ്ങൾ. ഇത്തരം സ്വഭാവമുള്ള പെണ്ണുങ്ങൾ ഉണ്ടോ എങ്കിൽ അവൾ ഷർറായ പെണ്ണാണ്. അവളുള്ള വീട്ടിലൊരു ബറക്കത്തും ഉണ്ടാവുകയില്ല, എപ്പോഴും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ള സഹോദരിമാർ, വീഡിയോ കേൾക്കുന്ന സഹോദരിമാർ, നിങ്ങളൊന്നും അത്ര സ്വഭാവമുള്ള ആളുകളാണെന്ന് ഞാൻ പറയുന്നില്ല. ഇനി ആർക്കെങ്കിലും ഈ 6 സ്വഭാവം കേട്ടിട്ട് എൻ്റെ ജീവിതത്തിലെങ്ങാനും ഉണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ ഉടനെ നിങ്ങൾ ആ സ്വഭാവം മാറ്റണം എൻ്റെ പ്രിയപ്പെട്ടവരെ. അത് മാറ്റിയേ തീരൂ. എന്നാലേ നമുക്ക് ആയിഷ ബീവി കിടക്കുന്ന, ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ കിടക്കുന്ന, ഖദീജ ബീവി റളിയല്ലാഹു അൻഹ കിടക്കുന്ന, സുമയ്യ ബീവി റളിയല്ലാഹു അൻഹ കിടക്കുന്ന, അസ്മാ ബീവി റളിയല്ലാഹു അൻഹ കിടക്കുന്ന സ്വർഗത്തിൽ കിടക്കാൻ നമുക്ക് കഴിയുകയുള്ളൂ. അല്ലെങ്കിൽ കത്തിയാളുന്ന തീഗുണ്ടാരമുള്ള നരകത്തിൽ ചെന്ന് കിടക്കേണ്ടി വരും. അല്ലാഹു നമ്മെ കാത്ത് രക്ഷിക്കുമാറാവട്ടെ. അതുകൊണ്ട് ഈ സ്വഭാവം ഒരിക്കലും ഉണ്ടാവാൻ പാടില്ലാത്ത സ്വഭാവമാണ് ഈ 6 സ്വഭാവം. ഒരു പെണ്ണുങ്ങൾക്കും ഉണ്ടാവാൻ പാടില്ലാത്ത സ്വഭാവമാണ്. അല്ലാഹു നമ്മെ കാത്ത് രക്ഷിക്കുമാറാവട്ടെ. ആമീൻ. ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് എല്ലാവരുടെ എല്ലാ നല്ല മുറാദുകളും പെട്ടെന്ന് ഹാസിലാക്കി കൊടുക്കട്ടെ. പ്രയാസങ്ങൾക്ക് അല്ലാഹു തആല ദൂരീകരിച്ചു കൊടുക്കട്ടെ. നമ്മുടെ ഈ ക്ലാസ് മുടങ്ങാതെ പങ്കെടുക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവർക്കൊക്കെ 2 ലോകത്തും ഖൈർ പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മുടെ ഈ ക്ലാസ് എല്ലാവർക്കും ഉപകാരമുള്ളതാക്കി തീർക്കട്ടെ. ഇവിടെ പറയുന്ന ഓരോ അറിവുകളും അള്ളാഹു ജീവിതത്തിൽ പകർത്താൻ നമുക്കൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. പ്രയാസങ്ങൾക്ക് അള്ളാഹു തആല ദൂരീകരിച്ചു കൊടുക്കട്ടെ. കമന്റിലൂടെയും നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് എല്ലാവർക്കും ഖൈർ പ്രദാനം ചെയ്യട്ടെ. ഷർറുകളൊക്കെ അള്ളാഹു തട്ടിമാറ്റി തരട്ടെ. മരിക്കുന്നതിന് മുമ്പ് മക്ബൂലും മബ്റൂറുമായ ഹജ്ജും ഉംറയും ജീവിതത്തിൽ ഒരു തവണയെങ്കിലും കുടുംബത്തോടൊപ്പം ചെന്ന് ചെയ്യാനുള്ള തൗഫീഖും ഭാഗ്യവും അവസരവും അള്ളാഹു നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. ബിഹഖി നബിയിനാ മുസ്തഫ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.